Hello, my dear students. Welcome back to Ryan's Learning Portal. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫി സാറാണ്. ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ +2 ഇംഗ്ലീഷിൽ +2 വിദ്യാർത്ഥികളെ ഇംഗ്ലീഷ് ഗ്രാമറിൽ എന്തെല്ലാം പഠിക്കണം എന്ന് പറയുന്ന ഒരു തമ്പ് കണ്ടി നിങ്ങൾ കയറിയിട്ടുണ്ടാവില്ലേ? അതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? എന്തെല്ലാം സാർ ഇംഗ്ലീഷിലെ ഗ്രാമർ പോർഷൻ എന്തെല്ലാം പഠിക്കണം എന്ന് ഒരുപാട് ഡൗട്ടുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടിയിട്ടാണ് മക്കളെ. ഇംഗ്ലീഷിൽ ഇത്രയും ഗ്രാമേഴ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഒന്ന്, ഗ്രാമറിന്റെ സ്പെല്ലിംഗ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഗ്രാമറിൽ അമ്മയുണ്ട് എന്ന് പഠിച്ചാൽ എന്ത് ചെയ്യില്ല, ഒരു കാരണവശാലും മറക്കൂല കേട്ടോ മക്കളെ. ഹിയർ വി ഗോ. നോക്കൂ നിങ്ങൾ, ടൈപ്സ് ഓഫ് സെന്റൻസ് ആണ് ഒന്നാമത്തത്. എന്താണ് മക്കളെ പറ? ടൈപ്സ് ഓഫ് സെന്റൻസ്. 4 ടൈപ്പ് സെന്റൻസുകളാണ് നമ്മൾ പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ സെന്റൻസുകളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട് അല്ലെ. ഒന്ന് ഡിക്ലറേറ്റീവ്, ദെൻ ഇമ്പറേറ്റീവ്, ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇതൊക്കെ എന്തിനാ സാറേ ഞങ്ങൾ പഠിക്കേണ്ടത് അല്ലേ? നിങ്ങൾക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് അറിയണോ എങ്കിൽ ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിച്ചേ മതിയാകൂ കേട്ടോ. അപ്പൊ ടൈപ്സ് ഓഫ് സെന്റൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എങ്കിലേ നിങ്ങൾക്ക് റിപ്പോർട്ട് സ്പീച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റൈറ്റ്. അടുത്തത് എഫ് ക്ലോസ്. പലതവണ +2 റിപ്പീറ്റ് ചെയ്ത് വെറുപ്പിച്ച് ചോദിച്ച ചോദ്യം കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ വരലുള്ളൂ പൊതുവെ +2. സാധാരണ +1 ഇത് കംപ്ലീറ്റ് ആവലുണ്ട്, എങ്കിലും +2 നമ്മൾ പല ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഇഫ് ക്ലോസ് നിങ്ങൾ പഠിച്ചിരിക്കണം. റൈറ്റ് അല്ലേ മക്കളെ? നെക്സ്റ്റ് ഏതാണ് പറ? കോൺകോഡ്. സർ, എന്താണ് ഈ കോൺകോഡ് കൊണ്ട് ഉദ്ദേശിച്ചത്? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഹി എന്നൊക്കെ പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. ഒരാളല്ലെങ്കിൽ അതിന്റെ കൂടെ ഉപയോഗിക്കേണ്ട വെർബുകൾ ഏതാണ് നിങ്ങൾ പറ? ഈസ്, വാസ്, ഡസ്, ഹാസ്. ഏതാണ് പറ? ഈസ്, വാസ്, ഡസ്, ഹാസ് അല്ലേ. ഇതെല്ലാം അവസാനിക്കുന്നത് എസ്സിലാണ്. അത് സിംഗുലറിന്റെ കൂടുതൽ ഉപയോഗിക്കാനാണ് എന്നുള്ളത്. കാരണം നിങ്ങള് ഈസ്, വാസ്, ഡസ്, ഹാസ് എല്ലാം എസ്സിലാണ് അവസാനിക്കുന്നത്. സിംഗുലർ വെർബിന്റെ കൂടുതൽ ഉപയോഗിക്കാനാണ്. എക്സാമ്പിൾ, ഹി ഈസ്, ഹി വാസ്, ഹി ഡസ്, ഹി ഹാസ്. അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് കൂടാണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ഈച്ച് ഓഫ്, വൺ ഓഫ് ദ അല്ലെ, എ നമ്പർ ഓഫ്, ലാർജ് നമ്പർ ഓഫ്, സം ഓഫ്, ഓൾ ഓഫ്. ഇതിന്റെയൊക്കെ ശേഷം ഉപയോഗിക്കേണ്ട വെർബ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ ഇല്ലേ, ശേഷം വരുന്ന നൗൺ ഏതാണ് എന്നെല്ലാം പഠിച്ചുകൊണ്ടാണ് നമുക്ക് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പഠിക്കാനുള്ളത്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കും കേട്ടോ. വളരെ ഈസി ആയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കും, നിങ്ങളെ പഠിപ്പിച്ചിരിക്കും. നെക്സ്റ്റ് നോക്കിക്കോളൂ. കൊഹസീവ് ഡിവൈസസ് അല്ലേ. എന്താണ് സാർ കൊഹസീവ് ഡിവൈസസ് എന്ന് പറഞ്ഞുള്ളത് അല്ലേ? കൊഹസീവ് ഡിവൈസസ് ആണ് മക്കളെ നടുവിൽ നമ്മൾ കാണുന്ന ദസ്, ബട്ട്, ബിക്കോസ്, അതുപോലെ തന്നെ മോർ ഓവർ, പിന്നെ ഈവൻ ദോ, ഹവർ എന്നൊക്കെ പറയുന്ന കുറെ മിഡിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ആ സെന്റൻസിന്റെ ഒരു ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. സാർ ഇതെങ്ങനെ പഠിക്കുക? നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ കയറിപ്പോയിട്ട് മാത്രമല്ല, നമ്മൾ ചെയ്തൊരു ഐഡിയ വരാനുണ്ട് നമ്മളെ തലക്ക് അല്ലേ. ആ ഐഡിയ എന്ത് ചെയ്യണം, നമ്മൾ വരുത്തണം. അത് നമ്മൾ ഈ വർക്ക് ഒരുപാട് ചെയ്ത് പഠിക്കണം. റെഡി അല്ലേ മക്കളെ? ഞാൻ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പഠിപ്പിക്കുന്ന കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. റിപ്പോർട്ട് സ്പീച്ച് ഒബ്വിയസ്ലി നിങ്ങൾ 10ാം ക്ലാസ്സിലുള്ള പോലെ രണ്ടാളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ ആവണമെന്ന് നിങ്ങൾ വാശി പിടിച്ചിട്ട് കാര്യമില്ല. ഇത് ഒരു പക്ഷേ ഒരു ഒരു 3 or 4 ലൈൻ ആയിരിക്കും. ആ ലൈൻ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പാരഗ്രാഫ് പോലെ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഇച്ചിരി മിഡിൽ ഉണ്ടാവില്ലേ. സാധാരണ ഡയറക്റ്റ് റിപ്പോർട്ടർ സ്പീച്ച് മതിയാവില്ല. അതിന്റെ കൂടെ നമ്മൾ ആൻഡ് ഓൾസോ ആസ്ക്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആഡ് ചെയ്ത് ഒരു സെന്റൻസ് ആക്കി അത് മാറ്റേണ്ടി വരും. അതിന് എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിന്നാൽ മതി കേട്ടോ. ഐ റിപ്പീറ്റ്, എൻ്റെ കൂടെ നിന്നോളും നിങ്ങൾ. ഞാൻ പഠിപ്പിച്ചിരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. പല ആളുകളുടെ അല്ലെ, പല സ്കൂളുകളിലും ടീച്ചേഴ്സ് ഈ മേഖല തൊടാണ്ട് പോകുന്നുണ്ട്. ഇത് +2 ഇംഗ്ലീഷിൽ പല തവണ ചോദിച്ചത് ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നിങ്ങളെ കാണിച്ചു തരും. ആ കാണിച്ചു തരുന്ന സമയത്ത് എങ്ങനെ ഇത് ആൻസർ ചെയ്യുന്ന അറിയാണ്ട് നട്ടപ്പിരാന്തിൽ നിൽക്കുന്ന മക്കളെ എൻ്റെ കൂടെ നിന്നോളൂ, ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. എഡിറ്റിങ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ച പോലെ അല്ല മക്കളെ. ഇതിലെന്തുണ്ടാവില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയൂല. എവിടെയാണ് എറർ എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. നമ്മൾ എറർ ഫൈൻഡ് ചെയ്തേ പറ്റൂ. അപ്പൊ അതിനോട് ഒരുപാട് റൂളുകൾ നമ്മൾ പഠിക്കണം. അതിൽ നമ്മൾ ആർട്ടിക്കിൾസിന്റെ റൂൾ പഠിക്കണം, പ്രിപ്പോഷൻസിന്റെ നമ്മൾ പഠിച്ചിരിക്കണം അല്ലെ. ആർട്ടിക്കിൾസ്, പ്രിപ്പോഷൻസ്, കൺജങ്ഷൻസ്, ഇങ്ങനെ ഒരുപാട് റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ അതിൽ നമ്മൾ പഠിക്കേണ്ട സാധനമാണ് എന്തെന്ന് അറിയോ, പിന്നെ പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള അഡ്ജക്റ്റീവ്, അതുപോലെ തന്നെ ആഡ്വർബ്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ എവിടെ പഠിച്ചിരിക്കണം, എഡിറ്റിംഗിൽ പഠിച്ചിരിക്കണം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ദെൻ ടെൻസ്, ഒബ്വിയസ്ലി ടെൻസ് അറിയാണ്ട് എങ്ങനെയാണ് മക്കളെ നിങ്ങൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ചെയ്യുക?
അറിയില്ലല്ലോ. So be with me. I can beautifully teach you everything. എൻ്റെ ട്രിക്കി ക്ലാസ്സുകളുമായിട്ട് മക്കളെ നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഷുവറിറ്റി ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ മക്കളെ. എല്ലാം ഞാൻ ലൈവ് ഇൻട്രാക്ഷനിലൂടെ, ഒരു ബേസും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് പോലും ഞാൻ വളരെ കൃത്യമായിട്ട് ലൈവ് ഇൻട്രാക്ഷനിലൂടെ ബേസ് പഠിപ്പിച്ചിട്ടാണ് എൻ്റെ ക്ലാസ്, ഗ്രാമറിൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെഷൻ. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സ്വന്തം ഷാഫി സാർ. മറക്കണ്ട അല്ലേ, +2 ഷുവറിറ്റി. 80-ൽ 80 ആണോ നിങ്ങളുടെ ലക്ഷ്യം? എൻ്റെ കൂടെ നിന്നോ. താങ്ക് യു വെരി മച്ച്.